അളിയാ അളിയോ എന്നാ അളിയാ? നീ ഏതളിയാണ്? ഞാൻ അവന്റെ കൂട്ടുകാരനാണ്. ആ അളിയാ അളിയാണ് അളിയാലോ. അളിയിലെ കിടപ്പോ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ആളിയതാ. പെങ്ങള് വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ ഒന്നും നോക്കിയില്ല, നേരെ തേവരക്ക് ഇങ്ങോട്ട് പോകുന്നു. തേവരക്ക ആ ദേ കിടക്കണം. തവേര അതാണ് വണ്ടിയുടെ പേര്. അങ്ങനെയാണ് എനിക്കറിയാമല്ലോ, കൂട്ടുകാരന്റെ വണ്ടിയാണ്. അളിയ പൈസ അളിയ ഒരു 10 മിനിറ്റ് ക്ഷമിക്ക്, കാശ് ഞാൻ തന്നിരിക്കും. നീ തരാന്ന് പറഞ്ഞ 3-4 വർഷം എന്നിട്ട് കളിപ്പിക്കണത് കേട്ടാ. മര്യാദക്കല്ലെങ്കിൽ ഞാൻ ഈ മാല പൊട്ടിച്ച് ഞാൻ പോകും പറഞ്ഞേക്കാം. അതുകൊണ്ട് പണയാൻ പറ്റും, പോലീസുകാരെ പിടിച്ച് നല്ല ഇടി തരും. അതെന്താണ് മുക്ക് പണ്ടല്ലേ ഇതൊക്കെ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. എന്റെ പെങ്ങളെ ഭർത്താവായതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ പറഞ്ഞേ. എനിക്ക് പൈസ ഇട്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ പെങ്ങളെ ഞാൻ നിങ്ങൾ പട്ടിണി കിട്ടുന്നുണ്ടോ? പട്ടിണി കിട്ടണോ? പട്ടിണിയും പാലാരിവട്ടോട്ട് കിടക്കണമെന്നല്ല. പരിവട്ടം, പട്ടിണിയും പരിവട്ടവും അങ്ങനെയല്ല. പട്ടിണി പരിവട്ടോ. അറിയ പേടിക്കണ്ട, കാശ് ഞാൻ തന്നിരിക്കും. നീ തരുന്നല്ലാണ്ട് നീ കുറച്ച് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞാണല്ലോ ഒരാള് പെട്ടെന്ന് വന്നാ ഇപ്പൊ തന്നെ പൈസ തരാന്ന് പറഞ്ഞാൽ ഏതൊരു കോടീശ്വരൻ വരും എന്ന് പറഞ്ഞാൽ റനീഷ് അല്ലേ? മനീഷ് അതാണ് അദ്ദേഹത്തിന്റെ പേര്. ആണല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ തിരുത്തി തരാൻ വേണ്ടി നീ എന്റെ തിരുത്തൽവാദിയാണ്. നീ അങ്ങോട്ട് മാറി. നമ്പറത്തോടെ എന്റെ നമ്പർ 10. രായപ്പനോട് മാറിയിക്കാം. അളിയ കാശ് തരാനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. സത്യത്തിൽ എന്റെ ഇപ്പൊ 10 പൈസ ഇല്ല. അതെങ്ങനെ പറഞ്ഞു ഞാനത് സെറ്റപ്പ് ചെയ്ത് തരാം. ഈ പ്ലാവ് കണ്ടോ? ഇത് പ്ലാവാണ്. ഇത് രാഗിനിയുടെ കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതങ്ങനെയൊക്കെ തോന്നും. ഇവിടെ ആൾക്കാർ വിളിച്ചല്ലേ, അതങ്ങനെ കിട്ടുള്ളൂ. ഇല്ലേ, ഈ പ്ലാവ് ഏത് കണ്ണുവട്ടം നോക്കിയാലും ഒരു 80,000 രൂപ കിട്ടും. ഈ കണ്ണൂട്ടനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരാനാണ്. എന്തിന്? അല്ലെ 80,000 ഒപ്പിക്കാനായിട്ട്. ഓ എന്റെ ദൈവമേ, ഞാനൊന്ന് പറയണ കേക്ക്. ഇത് ആരെങ്കിലും വിളിച്ച് വെട്ടി കാശ് അയക്കും. ആണോ? കുഴപ്പമില്ല, ആരെങ്കിലും വിളിക്കും. അല്ല ഞാനിപ്പോ വെട്ടിക്കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നമാവുക? അളിയ മെട്ടലിയ ഞാനിവിടെ പന പോലെ നിൽക്കല്ലേ. ആണാ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. കൂട്ടുകാരനുണ്ട്. എനിക്ക് ബന്ധമല്ല പ്രശ്നം, പൈസ പ്രശ്നം. ഹലോ മനീഷാണോ? മനീഷ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരാൻ ഇത്തിരി പൈസ അത്യാവശ്യം ഉണ്ട്. അതാണ് അളിയന്റെ വീട്ടിൽ വന്നാൽ മതി. ഇവിടെ അടുത്ത് ഇപ്പൊ ഉണ്ടാ? ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഓക്കെ. അതെ, മനീഷാണ് വിളിച്ചത്. ആ മനീഷ് എപ്പോ വരും? ഇപ്പൊ ഒരു ആള് ഇവിടെ ഇപ്പൊ ഉണ്ട്. അയ്യോ, അപ്പൊ എന്റെ കാശ് കിട്ടും. എന്റെ കാശും കിട്ടും.